ഈശോ സ്നേഹിക്കുന്നവരെ, വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം മറ്റേയാളെ ഏൽപ്പിക്കും. ഉടമ്പടി പത്രം എഴുതി ഒപ്പിടും. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. സാക്ഷികളുടെ മുൻപിൽ കൈമാറ്റം ചെയ്യും. ഉത്തരം ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിൻ്റെ തലയിൽ വെച്ചു കൊടുത്തത്? 5 അളവ്, 6 അളവ്, 7 അളവ്, 10 അളവ്, 6 അളവ്. കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? നവോമി, റൂത്ത്, ഓർഫ, ബോവാസ്. നവോമി. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? അയൽക്കാരായ സ്ത്രീകൾ. നവോമി, റൂത്ത്, ബോവാസ്. അയൽക്കാരായ സ്ത്രീകൾ. നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്ത്? മഹ്ലോൻ ഓബേദ്, കിലിയോൻ എലിമെലക്. മഹ്ലോൻ കിലിയോൻ, എലിമെലക്ക് ബോവാസ്. സി ആണ് മഹ്ലോൻ കിലിയോൻ. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോട് കൂടെ പോകാനൊരുങ്ങിയത്? ക്ഷാമം അവസാനിച്ചു എന്ന് കേട്ടപ്പോൾ, ബോവാസ് സഹായിക്കുമെന്ന് കേട്ടപ്പോൾ, എലിമെലക്കിൻ്റെ ബന്ധുക്കൾ വിളിച്ചപ്പോൾ, കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നെന്ന് കേട്ടപ്പോൾ. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? നവോമിയുടെ സ്വന്തം വയലിൽ, അന്യനായ ഒരു ധനികൻ്റെ വയലിൽ, എലിമെലക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ, ഓർഫായുടെ ബന്ധുവിൻ്റെ വയലിൽ. സി, എലിമെലക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? എഫ്രാത്തായിൽ, ബേത്ലഹേമിൽ, മൊവാബിൽ, യൂദായിൽ. എഫ്രാത്തായിൽ. ഹെബ്രോൻ്റെ പിതാവ് ആര്? ഓബദ്, അമീനാദബ്, പേരസ്, സൽമോൻ. ഹെബ്രോൻ്റെ പിതാവ് പേരസ്. അവർ യൂദായിലെ ബേത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഇസ്രായേല്യർ, എഫ്രാത്യർ, ലേവ്യർ, യഹൂദർ. എഫ്രാത്യർ. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? അതായത് റൂത്തിനോട് വീഞ്ഞിൽ മുക്കി, പാലിൽ മുക്കി, വെള്ളത്തിൽ മുക്കി, എണ്ണയിൽ മുക്കി. വീഞ്ഞിൽ മുക്കി. നവോമി എന്ന വാക്കിനർത്ഥം അനുഗ്രഹം, ദുഃഖം, കയ്പ്, സന്തുഷ്ട. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. പൂരിപ്പിക്കുക. മാറ, ഓർഫ, മഹ്ലോൻ, എഫ്രാത്യ. മാറ. കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെ ആക്കട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? സാറായും റബേക്കായും. ഇസ്രായേൽ ജനത്തിനു ജന്മം കൊടുത്ത റാഹേൽ, ലയ. താമാറും റൂത്തും നവോമിയും. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ. ബോവാസ് എന്തു പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. കർത്താവ് നിങ്ങളോട് കൂടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? മിഥ്യ, ക്ലേശഭൂയിഷ്ടം, വ്യർത്ഥം, ആനന്ദകരം. ക്ലേശഭൂയിഷ്ടം. വേഗം പൊട്ടുകയില്ലാത്തത് എന്ത്? ഇരട്ടച്ചരട്, സ്വർണ്ണച്ചരട്, മുപ്പിരിച്ചരട്, വെള്ളിനൂൽ. മുപ്പിരിച്ചരട്. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? വ്യസനം, ദുഃഖം, ജ്ഞാനം, ഭോഷത്വം. വ്യസനം. സൂര്യനു കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? സിംഹാസനത്തിൽ, ദേവാലയത്തിൽ, ന്യായപീഠത്തിൽ, രാജകൊട്ടാരത്തിൽ. ന്യായപീഠത്തിൽ. സഭാപ്രസംഗൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? വളഞ്ഞത് നേരെയാക്കാൻ, അറിവ് വർദ്ധിപ്പിക്കാൻ, ഇല്ലാത്തത് എണ്ണുക, കാറ്റിനെ പിടിക്കാൻ. ഇല്ലാത്തത് എണ്ണുക. ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്ത്? ജീവിതം, അധ്വാനം, ഉറക്കം, രാത്രി. അധ്വാനം. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? ജ്ഞാനം, പ്രകാശം, അറിവ്, സമ്പത്ത്. ജ്ഞാനം. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമമായിട്ടുള്ളത് എന്ത്? അല്പം സമ്പത്ത്, ഒരു പിടി സ്വസ്ഥത, വളരെ ജ്ഞാനം, ശാശ്വത സ്മരണ. ഒരു പിടി സ്വസ്ഥത. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. അറിവ്, സുഖഭോഗങ്ങൾ, സമ്പത്ത്, അധികാരം. സുഖഭോഗങ്ങൾ. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്ത്? ദുസ്വപ്നങ്ങൾ, അമിത സമ്പാദ്യം, വ്യസനം, ആകുലത. അമിത സമ്പാദ്യം. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണ്? ഭോഷത്വത്തിൻ്റെ, പാപത്തിൻ്റെ, മിഥ്യയുടെ, അറിവില്ലായ്മയുടെ. മിഥ്യയുടെ. ഡാഷ് വരുന്നു, പോകുന്നു. ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. രാജാക്കന്മാർ, മനുഷ്യർ, തലമുറകൾ, കാലങ്ങൾ. തലമുറകൾ. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? നിത്യതയെക്കുറിച്ചുള്ള ചിന്ത, ജ്ഞാനത്തിൻ്റെ ഉറവിടം, അധ്വാനിക്കാനുള്ള ആഗ്രഹം, കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം.
കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? ഭോഷൻ, പാപി, മടിയൻ, ദരിദ്രൻ. ഭോഷൻ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ലഭിക്കുന്നത് ആർക്കാണ്? ഭോഷന്, മനുഷ്യന്, ദ്രവ്യാഗ്രഹിക്ക്, പാപിക്ക്. ഗലീലി കടലിൻ്റെ മറ്റൊരു പേര് ഗനേസറത്ത്, കിന്നരത്ത്, തിബേരിയാസ്, ചാവുകടൽ, തിബേരിയാസ്. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഗലീലിയിലെ ബേത്സൈദ, കാന, കഫർനാം, നസറത്ത്. ഗലീലിയിലെ ബേത്സൈദ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വച്ചാണ് പറഞ്ഞത്? ജെറുസലേം ദേവാലയത്തിൽ, ഗലീലി കടൽക്കരയിൽ, ബേത്സദ കുളക്കരയിൽ, കഫർനാമിലെ സിനഗോഗിൽ. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? യോഹന്നാൻ 3:16, യോഹന്നാൻ 6:53, യോഹന്നാൻ 5:14, യോഹന്നാൻ 9:3. യോഹന്നാൻ 5:14. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ. പൂരിപ്പിക്കുക. രക്ഷ, ജീവൻ, പ്രകാശം, സമാധാനം. ജീവൻ. യേശു ശിമയോനെ നോക്കി പറഞ്ഞതെന്ത്? നീ യോനാസാണ്, നീ കേപ്പ എന്ന് വിളിക്കപ്പെടും, നീ മനുഷ്യരെ പിടിക്കുന്നവനാവും, നീ അന്ത്രയോസിൻ്റെ സഹോദരനാണ്, നീ കേപ്പ എന്ന് വിളിക്കപ്പെടും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? ഫരിസേയർ, ശിഷ്യന്മാർ, യഹൂദർ, നിയമജ്ഞർ. യഹൂദർ. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? സാലിമിനടുത്തുള്ള ഏനോനിൽ, ജോർദാൻ്റെ അക്കരെ ബഥാനിയയിൽ, കാനായിൽ, ഗലീലിയിൽ. 3-ാം അധ്യായം അനുസരിച്ചുള്ള ചോദ്യമാണ്. സാലിമിനടുത്തുള്ള ഏനോനിൽ. സത്യം പ്രവർത്തിക്കുന്നവൻ്റെ പ്രവൃത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പൂരിപ്പിക്കുക. വെളിച്ചത്തിൽ, സത്യത്തിൽ, പരിശുദ്ധാത്മാവിൽ, ദൈവൈക്യത്തിൽ. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? കൃപ, ജീവൻ, ആത്മാവ്, അധികാരം. ആത്മാവ്. ഡാഷ് നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പൂരിപ്പിക്കുക. പ്രവാചക ഗ്രന്ഥങ്ങൾ സത്യം, വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ, നിയമങ്ങൾ രക്ഷ, പഴയ നിയമം പ്രത്യാശ. വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. രക്ഷ, നിത്യജീവൻ, ദൈവകൃപ, പരിശുദ്ധാത്മാവ്. നിത്യജീവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികളുണ്ടായിരുന്നു കാനായിൽ? 5, 6, 7, 12, 6. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, മനുഷ്യപുത്രൻ, യേശു പറഞ്ഞ വചനം. യേശു കിണറിൻ്റെ കരയിൽ ഇരുന്ന സമയം ഏകദേശം 10-ാം മണിക്കൂർ, ഏകദേശം 6-ാം മണിക്കൂർ, ഏകദേശം 9-ാം മണിക്കൂർ, ഏകദേശം 3-ാം മണിക്കൂർ, ഏകദേശം 6-ാം മണിക്കൂർ. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കാനായിട്ടാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വാസികൾ, യഥാർത്ഥ ആരാധകർ, യഹൂദർ. യഥാർത്ഥ ആരാധകർ. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, ലോകരക്ഷകൻ, വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് എന്നാണ്? 7-ാം ദിവസം, 6-ാം ദിവസം, 3-ാം ദിവസം, ആദ്യ ദിവസം. 3-ാം ദിവസം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? ശിഷ്യന്മാർക്കിടയിൽ, യഹൂദർക്കിടയിൽ, ഫരിസേയർക്കിടയിൽ, ജനക്കൂട്ടത്തിനിടയിൽ. യഹൂദർക്കിടയിൽ. രാജസേവകൻ്റെ മകൻ സുഖം പ്രാപിച്ചത് എപ്പോൾ? 6-ാം മണിക്കൂറിൽ, 10-ാം മണിക്കൂറിൽ, 7-ാം മണിക്കൂറിൽ, 9-ാം മണിക്കൂറിൽ? 7-ാം മണിക്കൂറിൽ. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? പീലാത്തോസ്, കയ്യാഫാസ്, നിക്കോദേമോസ്, പത്രോസ്. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. മണവാട്ടി, തോഴൻ, സ്നേഹിതൻ, ശിഷ്യൻ. യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? സ്വർഗീയ ദേവാലയം, ജെറുസലേം ദേവാലയം, ആത്മീയ ദേവാലയം, ശരീരമാകുന്ന ദേവാലയം. 25-30 സ്ഥാദിയോൺ എത്ര കിലോമീറ്ററാണ്? 5, 6, 3, 4, 8, 10, 1 കിലോമീറ്റർ. 5, 6 കിലോമീറ്റർ. യേശു വന്നു കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? ഏകദേശം 6-ാം മണിക്കൂർ, ഏകദേശം 9-ാം മണിക്കൂർ, ഏകദേശം 10-ാം മണിക്കൂർ, ഏകദേശം 3-ാം മണിക്കൂർ, ഏകദേശം 10-ാം മണിക്കൂർ. ആരാണ് സ്വതന്ത്ര? ഹാഗാർ, സാറ,
സ്വർഗീയ ജെറുസലേം, ഭൗമിക ജെറുസലേം. സ്വർഗീയ ജെറുസലേം. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. രക്ഷ, അനുഗ്രഹം, നീതീകരണം, പാരമ്പര്യാവകാശം. നമ്മൾ ആരെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇസ്മായിൽ, ഇസഹാക്ക്. കേപ്പായോടുകൂടെ എത്ര ദിവസമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ താമസിച്ചത്? 10, 20, 40, 15. പുത്രനെങ്കിൽ ഡാഷ് അനുസരിച്ച് അവകാശിയുമാണ്. വാഗ്ദാനം, നിയമം, ദൈവഹിതം, കൃപ, ദൈവഹിതം. 4-ാം സുവിശേഷത്തെ പ്രധാനമായും തരം തിരിക്കുന്നത് എങ്ങനെ? വിശ്വാസത്തിൻ്റെ പുസ്തകം, സ്നേഹത്തിൻ്റെ പുസ്തകം; അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം; അത്ഭുതങ്ങളുടെ പുസ്തകം, പീഡാനുഭവ പുസ്തകം; വെളിച്ചത്തിൻ്റെ പുസ്തകം, ജീവൻ്റെ പുസ്തകം; അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഫരിസേയർ, പുരോഹിതർ, ജനങ്ങൾ, അധികാരികൾ. ബേത്സദ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? സിക്കാർ പട്ടണത്തിൽ, സോളമൻ്റെ മണ്ഡപത്തിനടുത്ത്, ഒലിവ് മലയ്ക്കടുത്ത്, ജെറുസലേമിൽ അജഗവാടത്തിനടുത്ത്. കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുൻപ് യോഹന്നാൻ പറയുന്നത് എന്ത്? അവൻ ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടാണ്. അവൻ ജലത്താലും ആത്മാവിനാലും സ്നാനം നൽകും. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പ്രവൃത്തികൾ, സുഖപ്പെടുത്തലുകൾ. അടയാളങ്ങൾ. ഓരോ കൽഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു കാനായിൽ? 4, 5, 5, 6, 2, 3, 1, 2, 3. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് 3. ആത്മാവിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ജലത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് ഈശോ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ജെറുസലേം ദേവാലയത്തെക്കുറിച്ച്, പ്രാർത്ഥനാലയത്തെക്കുറിച്ച്, പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്, സോളമൻ്റെ മണ്ഡപത്തെക്കുറിച്ച്. പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ദൈവപുത്രൻ, ഏകജാതൻ, മനുഷ്യപുത്രൻ, രക്ഷകൻ, മനുഷ്യപുത്രൻ. ഒരു ധനാറ എത്ര? ഒരു ദിവസത്തെ കൂലി = 3.5 ഗ്രാം. ഒരു ദിവസത്തെ കൂലി = 5.7 ഗ്രാം. ഒരു മാസത്തെ കൂലി 5.7 ഗ്രാം. ഒരു മാസത്തെ കൂലി 10 ഗ്രാം. ഒരു ദിവസത്തെ കൂലി 5.7 ഗ്രാം. യോഹന്നാൻ തൻ്റെ ശിഷ്യരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? ഇതാ ലോകത്തിൻ്റെ പ്രകാശം, ഇതാ മിശിഹ വരുന്നു, ഇതാ ദൈവപുത്രൻ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ധനാരക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്. 300, 100, 500, 200. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഇതാരുടെ പ്രവചനമാണ്? മലാക്കി പ്രവാചകൻ, ഏശയ്യാ ദീർഘദർശി, ജെറമ്യാ പ്രവാചകൻ, എസെക്കിയ പ്രവാചകൻ, ഏശയ്യാ ദീർഘദർശി. ഗുണത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? അന്നാസ്, നിക്കോദേമോസ്, പീലാത്തോസ്, കയ്യാഫാസ്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? വരം, അധികാരം, കൃപ, മഹത്വം. വരം. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്ത്? പാപം, നാശം, ശിക്ഷ, മരണം, നാശം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ ഡാഷ് ആണ് സുപ്രധാനം. പ്രത്യാശ, കൃപ, സഹിഷ്ണുത, വിശ്വാസം. ആത്മാവിനെതിരായിട്ടുള്ളത് എന്ത്? പിശാച്, നിയമം, പാപം, ജഡമോഹങ്ങൾ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. പൗലോസ്, ബാർണബാസ്, തീത്തോസ്. കേപ്പ, പൗലോസ്, യോഹന്നാൻ. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ഇവിടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തന്നെയാണ് അവർ. നമുക്ക് ആ ഒരു വാക്യമനുസരിച്ച് ഇങ്ങനെയാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ദാവീദിൻ്റെ, അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, മോശയുടെ. അബ്രാഹത്തിൻ്റെ. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തീയ സ്വാതന്ത്ര്യം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, വാഗ്ദാനങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? വിശ്വാസി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, നീതിമാൻ, പാപി, നീതിമാൻ. പൗലോസ് ശ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, കുരിശിൻ്റെ അടയാളം, പീഡകളുടെ വടുക്കൾ, യേശുവിൻ്റെ അടയാളങ്ങൾ. ഡാഷ് വഴി ഒരുവൻ നീതീകരിക്കപ്പെടുകയില്ല. നിയമാനുഷ്ഠാനം, വിശ്വാസം, സൽപ്രവൃത്തികൾ, പ്രാർത്ഥന. നിയമാനുഷ്ഠാനം. പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്?
പൗലോസിലൂടെ, യാക്കോബിലൂടെ, പത്രോസിലൂടെ, തീത്തോസിലൂടെ. പത്രോസിലൂടെ. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? ഇരട്ടി ഓഹരി, ഒരംശം മാത്രം, പകുതി ഓഹരി, തുല്യ ഓഹരി, ഒരംശം മാത്രം. ഫിലിസ്തർ എവിടെയാണ് പാളയമടിച്ചത്? എബനേസറിൽ, അഫേക്കിൽ, മിസ്പായിൽ, അഷ്ദോദിൽ. അഫേക്കിൽ. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാഗ്ദാനം, സ്മരണാശില, വിജയശില, സഹായശില, സഹായശില. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയത് എവിടെ? റാമായിൽ, ഷീലോയിൽ, മിസ്പായിൽ, ഗിൽഗാലിൽ. ഷീലോയിൽ. ആരാണ് ബത്ഷെമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? ഫിലിസ്ത്യ പടയാളികൾ, ബത്ഷെമെഷ് ജനങ്ങൾ, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, ഇസ്രായേൽക്കാർ. പേടകം വെച്ച വണ്ടി അനുധാവനം ചെയ്ത കാര്യമാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? പുരോഹിതൻ തന്നെ. ബലിയർപ്പിക്കുന്നവൻ ലേവ്യർ, പുരോഹിതൻ്റെ ഭൃത്യൻ. സാമുവേലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമേത്? ഷീലോ, മിസ്പ, റാമ, ഗിൽഗാൽ. റാമ. ഫിനഹാസിൻ്റെ പുത്രൻ്റെ പേര്? എലയാസർ, ഹോഫ്നി, ദാഗോൻ, ഇക്കാബോദ്. കർത്താവിൻ്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്ത്യരുടെ കൈകളിലായിരുന്നത്? 3 മാസം, 9 മാസം, 7 മാസം, 6 മാസം? 7 മാസം. ഇസ്രായേലിയുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കൾ പറഞ്ഞത്? എക്രോൺ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്തിലേക്ക്. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുവന്നത്? ഹോഫ്നിയുടെ, ഏലിയുടെ, എൽക്കാനയുടെ, ഫിനഹാസിൻ്റെ, ഏലിയുടെ. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? പ്രഭുക്കന്മാരുടെ സിംഹാസനങ്ങൾക്ക്, രാജ്യത്തിന്, വലിയ സമ്പത്തിന്, ഉന്നത സ്ഥാനങ്ങൾക്ക്. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ ശിക്ഷാവിധി നടത്തും. അശുദ്ധി, പാപം, ദേവദൂഷണം, അതിക്രമം. ദേവദൂഷണം. ആരാണ് ഫിലിസ്ത്യർക്ക് അടിമകളായിരുന്നത്? ഇസ്രായേല്യർ, അമോര്യർ, ഹെബ്രായർ, ഹെബ്രായർ. മുലകൂടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയെ കർത്താവിന് അർപ്പിച്ചത് ആരാണ്? ഏലി, ഹോഫ്നി, ജനങ്ങൾ, സാമുവൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.